ഹലോ എവ്രിവൺ, വെൽക്കം ടു KS മെന്റർ വീക്കിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്. ഇന്ന് ഞാൻ ഡിസംബർ 22 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഡിഗ്രി പ്രിലിംസ് ലെവലിൽ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് ഏതൊക്കെയാണ് എടുത്തിരിക്കുന്നത് നോക്കാം. പ്രൊജക്ട് പ്രയാസ്, ISRO ഹാസ് ബീൻ അവാർഡഡ് ലെയ്ഫ് എറിക്സൺ ലൂണാർ പ്രൈസ്, യുനെസ്കോ പ്രിക്സ് വെർസലിസ്, രബീന്ദ്രനാഥ ടാഗോർ ലിറ്റററി പ്രൈസ്, ഹെറിറ്റേജ് അവാർഡ് 2023, പാത് മെട്രോ ആപ്പ്, കിസാൻ ദിവസ്, മെഡ്ടെക് മിത്ര, നോമ, നംതാബ ഫ്ലൈയിങ് സ്ക്വരൽ. അപ്പോൾ ഇത്രയുമാണ് ഡിഗ്രി പ്രിലിംസ് ലെവലിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം KS മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിലും ഒരു ടോപ്പിക് എടുത്തിട്ടുണ്ട്, സോഷ്യൽ എംപവർമെന്റ്. ഓക്കെ, സോഷ്യൽ എംപവർമെന്റ്. ഇത്രയും ഫാക്ട്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയിപ്പം ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ആദ്യത്തെ ടോപ്പിക്ക് വരുന്നത് പ്രൊജക്ട് പ്രയാസ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരുപാട് മൈഗ്രേഷൻസ് നടക്കുന്നുണ്ട് അല്ലേ. സ്റ്റുഡൻസ് പഠിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ജോബിന് വേണ്ടിയിട്ടൊക്കെ വിദേശത്തോട്ട് ഒരുപാട് മൈഗ്രൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുടിയേറ്റം, ഈ ഒരു മൈഗ്രേഷൻ വളരെ സേഫ് ആക്കാനും സുരക്ഷിതമുള്ളതാക്കാനും അതുപോലെ തന്നെ എളുപ്പമാക്കാനും വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് ഒരു പ്രൊജക്റ്റാണ് ഗവൺമെന്റ് കൊണ്ടുവന്നേക്കുന്ന ഒരു പ്രോജക്റ്റാണ് പ്രൊജക്ട് പ്രയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സുമായി ചേർന്നിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തേക്കുന്ന ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ, അതുപോലെ തന്നെ മിനിസ്ട്രി എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് നിന്ന് ജോബ് അതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വിദേശത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർ ഒരുപാട് പ്രോബ്ലംസ്, ഇഷ്യൂസ് അവിടെ നേരിടുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ഇഷ്യൂസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മെയിനായിട്ട് വേജ് ഇൻസെക്യൂരിറ്റി അല്ലെ, അതായത് അവരവർ ചെയ്യുന്ന ജോലിക്ക് കറക്റ്റായിട്ടുള്ള വേതനം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ തന്നെ വർക്ക് അറേഞ്ച്മെന്റ്സിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. സോഷ്യൽ പ്രൊട്ടക്ഷൻ, സാമൂഹ്യ സുരക്ഷിതത്വം, അവർക്ക് ജോബിന് ആവശ്യമുള്ള സ്കില്ല് ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ, അവർക്ക് എന്തെങ്കിലും പരാതിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് എവിടെ രേഖപ്പെടുത്തണം, അതിനുള്ള ഗ്രിവൻസ് അഡ്രസൽ മെക്കാനിസത്തിന്റെ ഒരു ആബ്സെൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രോബ്ലംസിനെ എല്ലാം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഓക്കെ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ലോഞ്ച് ചെയ്തേക്കുന്ന ഒരു സ്കീമാണ് പ്രൊജക്ട് പ്രയാസ് എന്ന് പറയുന്നത്. അതായത് മെയിനായിട്ട് വളരെ സേഫ് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ഒരു മൈഗ്രേഷൻ എൻഷുർ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് കൊണ്ടുവന്നേക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ഗവൺമെന്റ്, അതായത് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വിദേശത്ത് ഇതേപോലെ തന്നെ ജോലി, പഠനം എന്നിവ ബന്ധപ്പെട്ട് പോയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് പ്രീ ഡിപ്പാർച്ചർ ഓറിയന്റേഷൻ ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ രാജ്യത്ത് നിന്ന് ഇതേപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വിദേശത്ത് പോകുന്നതിന് മുന്നേ ഒരു ഓറിയന്റേഷൻ, അവിടുത്തെ വർക്ക് നേച്ചറിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവർക്കൊരു അവബോധം വേണം. അപ്പോൾ അതിന് ഒരു ഓറിയന്റേഷൻ ക്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് പ്രീ ഡിപ്പാർച്ചർ ഓറിയന്റേഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് എന്ന് പറയുമ്പോൾ, അതായത് അവർക്ക് ഇനി പോകുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഫിനാൻഷ്യലി എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അതിന് സപ്പോർട്ടായിട്ട് കൊടുക്കുന്നതാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാദത് പോർട്ടൽ. എന്താണ് മാദത് പോർട്ടൽ എന്ന് പറയുന്നത്? അതായത് ഇന്ത്യൻസിന് എബ്രോഡിൽ ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് പറയുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലാണ്, ആ ഒരു ഗ്രിവൻസ് അഡ്രസ് മെക്കാനിസമാണ് മാദത് പോർട്ടൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോ ഇന്ത്യ പ്രോഗ്രാം എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് യൂത്ത്സിനിടയിൽ എന്താണ്, അവർക്ക് ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസും കാര്യങ്ങളും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് നോ ഇന്ത്യ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, അതായത് നമ്മുടെ മെയിനായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും വിദേശത്ത് പോകുന്നതിന് വേണ്ടിയിട്ടും ഉള്ള ഈ ഒരു മൈഗ്രേഷൻ, ആൾക്കാരുടെ ഇൻഡിവിജ്വൽസിൻ്റെ മൈഗ്രേഷൻ വളരെ സേഫ് ഉള്ളതാക്കാനും അതുപോലെ തന്നെ വളരെ എളുപ്പമുള്ളതാക്കാനും വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് കൊണ്ടുവന്നേക്കുന്ന, അതായത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സുമായി ചേർന്ന് കൊണ്ടുവന്നേക്കുന്ന ഒരു
പ്രോജക്റ്റ് ആണ് പ്രൊജക്ട് പ്രയാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ ഇതിനകത്ത് നോക്കാനുള്ളത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ, ഈ ഒരു ഓർഗനൈസേഷനെ കുറിച്ചാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് 1951 1951 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് യുണൈറ്റഡ് നേഷൻസുമായി ചേർന്നിട്ട്. യുണൈറ്റഡ് നേഷൻസുമായി ചേർന്നിട്ട് ഈ ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് എന്താണ്, വളരെ മൈഗ്രേഷൻ, ഈ പറയുന്ന പോലെ തന്നെ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തോട്ടുള്ള ഒരു മൈഗ്രേഷൻ വളരെ സേഫ് ഉള്ളതാക്കാനും ഒരു മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു മൈഗ്രേഷൻ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഓർഗനൈസേഷൻ 1951 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിനകത്ത് ഇന്ത്യ അടക്കം 175ഓളം രാജ്യങ്ങൾ ഇതിൽ മെമ്പറാണ്. അതുപോലെ തന്നെ ഈ ഒരു എൻറ്റിറ്റി റിലീസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടുണ്ട്, അത് വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ടാണ്. വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ടാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ ഈ ഒരു ഓർഗനൈസേഷൻ റിലീസ് ചെയ്യുന്ന റിപ്പോർട്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അടുത്ത ടോപ്പിക്ക് ലീഫ് എറിക്സൺ ലൂണാർ പ്രൈസ് 2023യുമായി ബന്ധപ്പെട്ടതാണ്. ISROയ്ക്ക് ഇപ്പൊ ഈ ഒരു അവാർഡ്, ഈ ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തിനു വേണ്ടിയിട്ടാണ്. അതായത് ചാന്ദ്രയാൻ 3, നമുക്കറിയാം ISROന്റെ ഒരു ലൂണാർ എക്സ്പ്ലോറേഷൻ മിഷനാണ് ചാന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. അതായത് ലൂണാറിന്റെ, നമ്മുടെ മൂണിന്റെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡിംഗ് എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ISRO തുടങ്ങിയ ഒരു മിഷനാണ് ചാന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചാന്ദ്രയാൻ 3ന്റെ സക്സസുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രൈസ് ഇപ്പോൾ ISROയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു പ്രൈസ് എല്ലാ വർഷവും കൊടുത്തു വരുന്നൊരു അവാർഡാണിത്. അതായത് ഐസ്ലാൻഡിലെ ഹുസാഫിക്കിലുള്ള ഒരു എക്സ്പ്ലോറേഷൻ മ്യൂസിയമാണ് ഈ ഒരു അവാർഡ് എല്ലാ വർഷവും കൊടുത്തു വരുന്നത്. അതുപോലെ തന്നെ മെയിനായിട്ട് അതായത് മനുഷ്യന്റെ പരിവേഷണങ്ങൾക്ക് കൊടുത്തു വരുന്ന ഒരു അവാർഡാണ് ഈ ലീഫ് എറിക്സൺ ലൂണാർ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു പ്രൈസിന്, ഈ ഒരു അവാർഡ് കിട്ടിയത് എന്ന് നോക്കാം. അതായത് ലീഫ് എറിക്സൺ എന്ന് പറയുന്ന ഒരു ഐസ്ലാൻഡിക് എക്സ്പ്ലോറർ ആണ്. അതായത് നോർത്ത് അമേരിക്കയിൽ, ക്രിസ്റ്റഫർ കൊളംബസിന് മുന്നേ നോർത്ത് അമേരിക്കയിൽ കാലുകുത്തിയ ഒരു വ്യക്തിയാണ് ലീഫ് എറിക്സൺ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരാണ് ഈ ഒരു അവാർഡിന് നൽകിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ISROയ്ക്ക് എന്തിനാണ് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത്? ചന്ദ്രന്റെ അതായത് മൂണിന്റെ സൗത്ത് പോളില് സോഫ്റ്റ് ലാൻഡിംഗ് ആ ഒരു മിഷൻ സക്സസ് ആയതിന്റെ ബേസിലാണ്, അതൊരു അച്ചീവ്മെന്റ് ബേസിലാണ് ഈ ഒരു അവാർഡ് ഇപ്പോൾ ISROയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ISROനെ കുറിച്ച് നമുക്ക് 1-2 കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവാം. ISROന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? ബാംഗ്ലൂരാണ് വരുന്നത്. ഈ ISRO ആദ്യം അറിയപ്പെട്ടിരുന്നത് ഇൻകോസ്പർ എന്നാണ് ISRO ആദ്യം അറിയപ്പെട്ടത്. അതായത് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്നാണ് ഇത് ആദ്യം അറിയപ്പെട്ടത്. 1962 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നീട് ഈ ഇൻകോസ്പറിനെ അസാധുവാക്കിക്കൊണ്ടാണ് ISRO എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 1972 അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ അണ്ടറിലാണ് ഈ ഒരു ISRO എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. മെയിനായിട്ട് നമുക്കറിയാം നേഷൻ ബിൽഡിംഗ്, അതായത് നമ്മുടെ രാജ്യം ഒരു ഡെവലപ്ഡ് നേഷൻ ആക്കുന്നതിന്റെ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്പേസ് ഫീൽഡിൽ ISRO ചെയ്യുന്നുണ്ട്. അതായത് എർത്ത് ഒബ്സർവേഷൻ, മീറ്ററോളജിക്കൽ സാറ്റലൈറ്റ് സിസ്റ്റം പോലുള്ള കാര്യങ്ങൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് എർത്ത് ഒബ്സർവേഷൻ, അതുപോലെ തന്നെ മീറ്ററോളജിക്കൽ സാറ്റലൈറ്റ് സിസ്റ്റം പോലുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഇൻസാറ്റ് പോലുള്ള സോഷ്യോ ഇക്കണോമിക് സ്ട്രാറ്റജിക് ആക്ടിവിറ്റീസിന്റെ എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, അതായത് ഇൻസാറ്റ് പോലുള്ള സാറ്റലൈറ്റ് സിസ്റ്റം ISRO ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാവിഗേഷൻ സിസ്റ്റം, എയറോനോട്ടിക്കൽ നാവിഗേഷൻ, അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നാവിഗേഷൻ സിസ്റ്റം ISRO ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊമേഴ്സ്യലൈസേഷൻ, സൊസൈറ്റിക്കൽ ആപ്ലിക്കേഷൻ, ഈ വക കാര്യങ്ങളിലെല്ലാം ഒരു ടെക്നോളജി ഇമ്പാർട്ട് ISRO നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്പേസ് സയൻസ് ആൻഡ് പ്ലാനറ്ററി റിസർച്ച് സിസ്റ്റം, അതായത് ആദിത്യ L1 പ്രൊജക്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് സണ്ണിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി, സൂര്യനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ISRO കൊണ്ടുവന്ന ഒരു മിഷനാണ് ആദിത്യ L1 പ്രോജക്റ്റ്. അപ്പോൾ അതേപോലെ തന്നെ സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, PSLV, GSL തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്പേസ് ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട ISROന്റെ ഭാഗത്തുനിന്നുള്ള അച്ചീവ്മെന്റ്സ് ആണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട് ഇന്ത്യയെ ഒരു ഡെവലപ്ഡ് നേഷൻ ആക്കുന്നതിന്റെ ഭാഗമായിട്ട് ISRO ചെയ്യുന്ന ഓരോരോ, അതായത് ISROന്റെ പ്രധാനപ്പെട്ട റോൾസ് ആണ് ഇത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കായിട്ട് നോക്കാനുള്ളത്. അടുത്തത് പ്രിക്സ് വെർസലീസ്, അതായത് യുനെസ്കോസ് 2023 പ്രിക്സ് വെർസലീസ് ഇതൊരു അവാർഡാണ്. ഇതിപ്പോൾ ലഭിച്ചിട്ടുള്ളത് ബംഗളൂരിലെ
കെംപെഗൌഡ എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ടിനാണ്. ഓക്കെ, കെംപെഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ടിനാണ് 2023 പ്രിക്സ് വെർസൈലീസ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് യുനെസ്കോയുടെ. നോക്കാം ഇനി എന്തിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളതെന്ന്. അതേപോലെ തന്നെ ഈ ഒരു എയർപോർട്ട് കെംപെഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് വേൾഡിലെ തന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ്. ഓക്കെ, ഈ ഒരു അവാർഡ് 2015 മുതൽ എല്ലാ വർഷവും യുനെസ്കോ നൽകി വരുന്നുണ്ട്. ഇനി 2015 ഈ ഒരു അവാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അന്ന് മുതൽ ഈ അവാർഡ് നൽകി വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഇനി എന്തിന്റെ ബേസിലാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നതെന്ന്. അതായത് ആ ഒരു പ്രദേശത്തെ കൾച്ചറൽ ഇമ്പോർട്ടൻസ്. ഇപ്പം കെംപെഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ടിന് ഈ ഒരു അവാർഡ് ലഭിച്ചു എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു എയർപോർട്ടിന്റെ കൺസ്ട്രക്ഷൻ അതെന്താണ്, അത് മെയിനായിട്ട് കുറച്ച് പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇക്കോളജിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്, ലോക്കൽ ഹെറിറ്റേജ്, ക്രിയേറ്റിവിറ്റി, ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം, അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇക്കോളജിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആ ഒരു പ്രദേശത്തെ കൾച്ചറൽ ഹെറിറ്റേജിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടൊക്കെയാണ് ഈ ഒരു എയർപോർട്ടിന്റെ കൺസ്ട്രക്ഷൻ നടന്നിരുന്നത്. അപ്പോൾ അങ്ങനെ എന്താ ഇപ്പൊ ഇക്കോളജിക്കൽ എഫിഷ്യൻസി, ലോക്കൽ ഹെറിറ്റേജ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ ആ ഒരു എയർപോർട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ടെക്നോളജി പരമായിട്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടുത്തെ ആ ഒരു സാംസ്കാരിക പൈതൃകത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ബിൽഡിംഗ്, ഒരു കൺസ്ട്രക്ഷനാണ് ആ എയർപോർട്ടിൽ നടന്നിട്ടുള്ളത്. അതുപോലെ ഇക്കോളജിക്കൽ പാരിസ്ഥിതികമായിട്ടുള്ള പ്രാധാന്യവും എന്താണ് ആ ഒരു എയർപോർട്ടിൻ്റെ കൺസ്ട്രക്ഷന് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൊടുക്കുന്ന, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് പ്രിക്സ് വെർസൈലീസ് എന്ന് പറയുന്നത്. അപ്പോൾ 2023 അത് ലഭിച്ചിട്ടുള്ളത് കെംപെഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ടിനാണ്. ഓക്കെ, കർണാടകയിലാണ് ഈ ഒരു എയർപോർട്ട് വരുന്നത്. ഓക്കെ, ബംഗളൂരു. അടുത്തത് രവീന്ദ്രനാഥ ടാഗോർ ലിറ്റററി പ്രൈസ്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് രവീന്ദ്രനാഥ ടാഗോർ ലിറ്റററി പ്രൈസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. രവീന്ദ്രനാഥ ടാഗോർ ലിറ്റററി പ്രൈസ് ഇതിന്റെ 6th എഡിഷൻ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, 6ാമത്തെ രവീന്ദ്രനാഥ ടാഗോർ ലിറ്റററി പ്രൈസ് ലഭിച്ചിട്ടുള്ളത് സുഹൃത പോൾ കുമാർക്ക്. ഓക്കെ, സുഹൃത പോൾ കുമാറിനാണ്. അദ്ദേഹത്തിന്റെ ബുക്കായ സാൾട്ട് ആൻഡ് പെപ്പറിനാണ്. ഓക്കെ, സാൾട്ട് ആൻഡ് പെപ്പറിനാണ് ഈ ഒരു അവാർഡ് രവീന്ദ്രനാഥ ടാഗോർ ലിറ്റററി പ്രൈസിന്റെ 6th എഡിഷൻ 6ാമത്തെ രവീന്ദ്രനാഥ ടാഗോർ ലിറ്റററി പ്രൈസ് ലഭിച്ചിട്ടുള്ളത് സുഹൃത പോൾ കുമാർ. ഓക്കെ, നെയിം എന്താണേലും ഓർത്ത് വെക്കുക. ഇനി അതേപോലെ തന്നെ കൊടുക്കുന്ന ഒരു പ്രൈസാണ് ടാഗോർ പ്രൈസ് ഫോർ സോഷ്യൽ അച്ചീവ്മെന്റ്. ഓക്കെ, ടാഗോർ പ്രൈസ് ഫോർ സോഷ്യൽ അച്ചീവ്മെന്റ് 2023 അത് ലഭിച്ചിട്ടുള്ളത് ഇന്ത്യൻ അമേരിക്കൻ എക്കണോമിസ്റ്റായ അഭിജിത്ത് ബാനർജിക്കാണ്. അദ്ദേഹം 2018 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലോറേറ്റ്, അതായത് എക്കണോമിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഭിജിത്ത് ബാനർജിക്കാണ്, ഇന്ത്യൻ അമേരിക്കൻ എക്കണോമിസ്റ്റ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിന് 2023 ടാഗോർ പ്രൈസ് ഫോർ സോഷ്യൽ അച്ചീവ്മെന്റ് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് രവീന്ദ്രനാഥ ടാഗോർ ലിറ്റററി പ്രൈസിനെ കുറിച്ച് നോക്കാം. 2018 ഡെൻമാർക്കിലെ കോപ്പൻഹേഗിലാണ് ഈ ഒരു പ്രൈസ് പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പീറ്റർ ബണ്ടലോ എന്ന ആളാണ് ഈ ഒരു പ്രൈസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി ഏതിന്റെ ബേസിലാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത് അത് നമുക്ക് നോക്കാം. അതായത് മെയിനായിട്ട് വേൾഡ് പീസ് നോക്കണം. വേൾഡ് പീസ്, ലിറ്ററേച്ചർ, ആർട്ട്, എഡ്യൂക്കേഷൻ, ഹ്യൂമൻ റൈറ്റ്സ്. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്നത്, അതായത് സാഹിത്യപരമായ കഴിവിന് കൊടുക്കുന്ന ഒരു അവാർഡാണ് രവീന്ദ്രനാഥ ടാഗോർ ലിറ്റററി പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് അവർ പരിഗണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വേൾഡ് പീസ്, ലിറ്ററേച്ചർ, ആർട്ട്, എഡ്യൂക്കേഷൻ, ഹ്യൂമൻ റൈറ്റ്സ്. അതേപോലെ തന്നെ ഇതിനെല്ലാം പരിഗണിച്ചുകൊണ്ട് എഴുതുന്ന ബുക്സിനാണ് നോവൽസ്. അത് നോവൽസ് ആവാം, ഷോർട്ട് സ്റ്റോറീസ് ആവാം, അല്ലെങ്കിൽ എന്താണ് ഒരു പോയട്രി ആവാം, അല്ലെങ്കിൽ ഡ്രാമയാവാം. അത് ഏത് ലാംഗ്വേജിൽ എഴുതി, അതായത് ഇന്ത്യൻ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ടല്ലോ, അത് ഏത് ലാംഗ്വേജ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചിട്ടുള്ള ലാംഗ്വേജ് അത് ഏത് തന്നെയാവാം, ആ ഒരു ലാംഗ്വേജസിൽ എഴുതിയിട്ട് അതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത്തരത്തിൽ കൊടുക്കുന്ന നോവൽസ്, ഷോർട്ട് സ്റ്റോറീസ്, പോയട്രി, ഡ്രാമ ഇവയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രൈസാണ് രവീന്ദ്രനാഥ ടാഗോർ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ക്യാഷ് പ്രൈസും അതുപോലെ തന്നെ ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാസ് സ്റ്റാച്ചു ആണ് ടാഗോറിന്റെ ഒരു സ്റ്റാച്ചു ആണ് ഈ ഒരു അവാർഡായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ടാഗോർ പ്രൈസ് ഫോർ സോഷ്യൽ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അതായത് സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് ഈ ഒരു
ഈ ഒരു ടാഗോർ പ്രൈസ് ഫോർ സോഷ്യൽ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഇതും ഈ പറയുന്ന പോലെ തന്നെ എന്താണ്, ടാഗോറിന്റെ ഒരു സ്റ്റാച്യു ആണ് ഈ ഒരു അവാർഡായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ, അതായത് പ്രധാനമായിട്ടും ആ ഒരു പേര് ഓർത്ത് വെക്കുക. സുകൃത പോൾ കുമാറിനാണ് 6ാമത്തെ രവീന്ദ്രനാഥ ടാഗോർ ലിറ്റററി പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 2018 നോബൽ പ്രൈസ്, എക്കണോമിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയ അഭിജിത്ത് ബാനർജിക്കാണ് ടാഗോർ പ്രൈസ് ഫോർ സോഷ്യൽ അച്ചീവ്മെന്റ് 2023 ലഭിച്ചിട്ടുള്ളത്. അപ്പൊ പേരൊന്ന് ഓർത്ത് വെക്കുക. അടുത്ത ടോപ്പിക് ഹെറിറ്റേജ് അവാർഡ് 2023 എന്താണെന്ന് നോക്കാം. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ 2023 ഏഷ്യ പസഫിക് അവാർഡ്, അതേപോലെ തന്നെ ഹെറിറ്റേജ് അവാർഡ് എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത് സാംസ്കാരിക ആ ഒരു പൈതൃകത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അങ്ങനെയുള്ള നിർമ്മിതികൾക്ക് കൊടുക്കുന്നതാണ് ഈ ഒരു അവാർഡ്. ഈ ഒരു അവാർഡിലും ഓരോ ഡിവിഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് നമ്മൾ നോക്കാൻ പോകുന്നത് അവാർഡ് ഓഫ് എക്സലൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. യുനെസ്കോയുടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോണറാണ്, ഒരു ഹെറിറ്റേജ് അവാർഡാണ് അവാർഡ് ഓഫ് എക്സലൻസ് എന്ന് പറയുന്നത്. ഇത് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ പഞ്ചാബിലുള്ള രംബാഗ് ഗേറ്റ് രാംപാർട്സിനാണ്. ഓക്കെ, രംബാഗ് ഗേറ്റ് രാംപാർട്സിനാണ് ഈ ഒരു അവാർഡ് ഓഫ് എക്സലൻസ് എന്നുള്ളൊരു ബഹുമതി ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു പിക്ചർ നിങ്ങൾ കാണുന്നതാണ് രംബാഗ് ഗേറ്റ് ഓർ രാംപാർട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു ബഹുമതിയായിട്ട് കൊടുക്കും അവാർഡ് ഓഫ് മെറിറ്റ് എന്ന് പറയും. ഓക്കെ, അവാർഡ് ഓഫ് മെറിറ്റ് എന്ന് പറയും. ഓക്കെ, അടുത്തൊരു ബഹുമതി എന്ന് പറയുന്ന അവാർഡ് ഓഫ് മെറിറ്റ് ആണ്. ഇത് ലഭിച്ചിട്ടുള്ളത് ഹരിയാനയിലെ ഗുരുഗ്രാമിലെ ചർച്ച് ഓഫ് എപ്പിഫാനിക്കാണ്. ചർച്ച് ഓഫ് എപ്പിഫാനി അവാർഡ് ഓഫ് മെറിറ്റ്, ഈ ഒരു ബഹുമതി ലഭിച്ചിട്ടുള്ളത് ചർച്ച് ഓഫ് എപ്പിഫാനിയാണ്. ഓക്കെ, ഹരിയാനയിലെ ഗുരുഗ്രാമിലെ ഒരു 1877 ഗോത്തിക് റിവൈവൽ സ്റ്റൈലിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു റോമൻ കാത്തോലിക് ചർച്ചാണ് ചർച്ച് ഓഫ് എപ്പിഫാനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചർച്ചിനാണ് അവാർഡ് ഓഫ് മെറിറ്റ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു അവാർഡ് ഓഫ് മെറിറ്റ് ലഭിച്ചിട്ടുള്ള മറ്റൊരു നിർമ്മിതിയാണ് മുംബൈയിലെ ഡേവിഡ് സാസൂൺ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം. ഓക്കെ, ഡേവിഡ് സാസൂൺ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം അവാർഡ് ഓഫ് മെറിറ്റ് ലഭിച്ചിട്ടുള്ള മറ്റൊരു നിർമ്മിതിയാണ്. ഇതാണ് ഡേവിഡ് സാസൂൺ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം. അതുപോലെ തന്നെ ന്യൂഡൽഹിയിലെ ബിക്കാനർ ഹൗസിനാണ് അടുത്തൊരു അവാർഡ് ഓഫ് മെറിറ്റ് ലഭിച്ചിട്ടുള്ള അടുത്തൊരു നിർമ്മിതി. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സ്പെഷ്യൽ റെക്കഗ്നേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഡെവലപ്മെന്റും കാര്യങ്ങളും ചെയ്യുന്ന ഒരു നിർമ്മിതിക്ക് കൊടുക്കുന്നതാണ് സ്പെഷ്യൽ റെക്കഗ്നേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ബഹുമതി. കർണികാര മണ്ഡപം, കുന്നമംഗലം ഭഗവതി ടെമ്പിൾ, ഇതാണ് കേരളത്തിൽ നിന്നും ഈ ഒരു ബഹുമതി ലഭിച്ചിട്ടുള്ള നിർമ്മിതികൾ. ഓക്കെ, അതായത് കർണികാര മണ്ഡപം, കുന്നമംഗലം ഭഗവതി ടെമ്പിൾ. അതേപോലെ തന്നെ ഈ ഒരു 2 നിർമ്മിതിക്ക് അവാർഡ് ഓഫ് എക്സലൻസും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്പെഷ്യൽ റെക്കഗ്നേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ലഭിച്ചിട്ടുള്ള മറ്റൊരു നിർമ്മിതിയാണ് പഞ്ചാബിലെ പിപ്പൽ ഹവേലി എന്ന് പറയുന്നത്. ഓക്കെ, പിപ്പൽ ഹവേലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹെറിറ്റേജ് അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് യുനെസ്കോ ഈ ഒരു അവാർഡ് അനൗൺസ് ചെയ്യുന്നത് ആരാണ് എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. യുനെസ്കോ റീജിയണൽ ഓഫീസ്, ഓക്കെ, തായ്ലാൻഡിലെ ബാങ്കോക്കിൽ സ്ഥിതി ചെയ്യുന്ന യുനെസ്കോയുടെ റീജിയണൽ ഓഫീസാണ്. അതേപോലെ തന്നെ ഏഷ്യ പസഫിക് റീജിയണൽ ബ്യൂറോ ഫോർ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ക്ലസ്റ്റർ ഓഫീസ് ഇൻ ദി ഏഷ്യ പസഫിക് റീജിയൻ ഓഫ് യുനെസ്കോ. അപ്പം ഇത്രയും എൻറ്റിറ്റിയാണ് എന്താണ് ഈ ഒരു അവാർഡ് ആനുവലി അനൗൺസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്യുന്ന നിർമ്മിതിക്കാണ് ഈ ഒരു അവാർഡ് കൊടുത്തു വരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആ ഒരു പ്രധാനമായും ആ ഒരു പ്ലേസിൻ്റെ ഇപ്പോൾ ആ ഒരു നിർമ്മിതി ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളും നടന്നിട്ടുള്ളത് ആ ഒരു ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് അതിനൊരു കൾച്ചറൽ ഹെറിറ്റേജിൻ്റെ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടും അതിൻ്റെ കൺസർവേഷനെ പിന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടും ഒക്കെ നിർമ്മിച്ച നിർമ്മിതികൾക്കാണ്. അതുപോലെ തന്നെ എന്താണ് അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള എൻഗേജ്മെന്റ് കാര്യങ്ങൾ ഒക്കെ, ഇതുപോലെ തന്നെ പാരിസ്ഥിതിക സംരക്ഷണം ഒക്കെ, സാംസ്കാരിക പൈതൃകത്തെ എത്രത്തോളം സംരക്ഷിക്കുന്നുണ്ട്, അതിൻ്റെ ആ ഒരു വാല്യൂസ് എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ട് തുടങ്ങിയ പാരാമീറ്റേഴ്സിനെയെല്ലാം അതിൻ്റെ എല്ലാം വാല്യൂസിന്റെ ബേസിലാണ് ഈ ഒരു അവാർഡ് ഹെറിറ്റേജ് അവാർഡ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് പാറ്റ് മിത്രോ ആപ്പ് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ആണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ,
പാറ്റ് മിത്രോ ആപ്പ് ലോഞ്ച് ചെയ്ത മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ആണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു, അതായത് മെയിനായിട്ട് ജൂട്ട് ഫാമേഴ്സിന്റെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ലോഞ്ച് ചെയ്തേക്കുന്നത്. മെയിനായിട്ട് മിനിമം സപ്പോർട്ട് പ്രൈസിനെ കുറിച്ചുള്ള, ഈ ജൂട്ട് ഫാമേഴ്സിന് മിനിമം സപ്പോർട്ട് പ്രൈസിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്സും കാര്യങ്ങളും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് താങ്ങുവില, അതായത് ഇപ്പൊ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന് മാർക്കറ്റിൽ വില കുറവാണെങ്കിൽ ഗവൺമെന്റ് അവർക്ക് ഒരു സപ്പോർട്ടായിട്ട് കൊടുക്കുന്നതാണ് MSP പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്സും കാര്യങ്ങളും അവരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്കത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഈ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തേക്കുന്നത്. ആപ്ലിക്കേഷന്റെ പേരെന്താണ്? പാറ്റ് മിത്രോ ആപ്പ്. ഓക്കെ, ഇതൊരു ഫ്രീ ആപ്പാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 6ഓളം ലാംഗ്വേജിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഓക്കെ, ഈ ഒരു ആപ്പ് 6ഓളം ലാംഗ്വേജിൽ അവൈലബിൾ ആണ്. ഫ്രീ ലാംഗ്വേജ് ഇതാണ്. അതായത് മെയിനായിട്ട് ഈ ജൂട്ടിന്റെ, അതായത് ഫാമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ള ഇനിഷ്യേറ്റീവ്സും കാര്യങ്ങളും ആ സ്കീംസിനെ കുറിച്ചൊക്കെ അറിയാൻ, പ്രധാനമായിട്ടും ഇംപ്രൂവ്ഡ് കൾട്ടിവേഷൻ ആൻഡ് അഡ്വാൻസ്ഡ് റെറ്റിംഗ് എക്സസൈസ് ഫോർ ജൂട്ട്, അതായത് ഈ ജൂട്ട് ഐ കെയർ എന്ന് പറയും. അതായത് ജൂട്ട് ഫാമേഴ്സിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യാനും എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ ആ ഒരു സ്കീമിനെ കുറിച്ച് അറിയുക. അതുപോലെ തന്നെ ഈ ജൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലൈമറ്റ് കണ്ടീഷനുണ്ട്, ആ ഒരു വെതർ ഫോർകാസ്റ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ജൂട്ട് ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ, അതിന്റെ സെയില് കൊടുക്കൽ വാങ്ങൽ, ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, ആ ഒരു ജൂട്ട് പർച്ചേസ് ചെയ്യാനുള്ള സെന്റർ അല്ലെങ്കിൽ അത് സെയിൽ ചെയ്യാനുള്ള സെന്റർ കാര്യങ്ങളൊക്കെ, അതിന്റെ ലൊക്കേഷൻസിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണ് പ്രധാനമായിട്ടും ഈ ഒരു ആപ്പിൽ ഉള്ളത്. അപ്പോൾ യഥാസമയം ഈ ഒരു ഇൻഫർമേഷൻസ് ജൂട്ട് ഫാമേഴ്സിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്തത് കിസാൻ ദിവസ് 2023. ഡിസംബർ 23 എല്ലാ വർഷവും ഈ ഒരു ഡേ ആചരിക്കുന്നത്. ഓക്കെ, ഇതിനെ നാഷണൽ ഫാമേഴ്സ് ഡേ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഡിസംബർ 23 ഈ ഒരു ഡേ ആചരിക്കുന്നത്. നാഷണൽ ഫാമേഴ്സ് ഡേ എന്നും ഇത് പറയുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിലോട്ട്, വികസനത്തിലോട്ട് ഫാമേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സാമൂഹ്യമായ അതുപോലെ സാമ്പത്തികമായുള്ള ഒരു കോൺട്രിബ്യൂഷൻസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എല്ലാ വർഷവും ഈ ഒരു കിസാൻ ദിവസമായിട്ട്, നാഷണൽ ഫാമേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 5ാമത്തെ പ്രൈം മിനിസ്റ്റർ ആയ ചൗധരി ചരൺ സിംഗിന്റെ ബർത്ത് ആനിവേഴ്സറി ഈ ഒരു ദിവസമാണ്. ഓക്കെ, അദ്ദേഹം 1979 മുതൽ 1980 വരെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഒരു ഇന്ത്യൻ എക്കണോമിക്സിൽ സ്കോളർ ആയിരുന്നു ചൗധരി ചരൺ സിംഗ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പൊ ഡിസംബർ 23 എന്ന് പറയുന്നത് 2023 ഡിസംബർ 23 എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ 121ാമത്തെ ബർത്ത് ആനിവേഴ്സറി ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ, അതായത് മുൻ പ്രൈം മിനിസ്റ്ററിന്റെ ഒരു ബർത്ത് ആനിവേഴ്സറി ആയിട്ട് കൂടി സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഈ നാഷണൽ ഫാമേഴ്സ് ഡേ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ആദ്യത്തെ കിസാൻ ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്, ആചരിച്ചത് 2001 ഡിസംബർ 23 അപ്പോൾ ആദ്യത്തെ കിസാൻ ദിവസമായിട്ട്, നാഷണൽ ഫാമേഴ്സ് ഡേ ആയിട്ട് ആചരിച്ചത് 2001 ഡിസംബർ 23 ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ടോപ്പിക്ക് മെഡ്ടെക് മിത്ര. ഈ ഒരു പോർട്ടൽ ലോഞ്ച് ചെയ്തേക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. മെഡ്ടെക് സെക്ടറിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, അവരുടെ ഒരു എംപവർമെന്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോർട്ടൽ ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ലോഞ്ച് ചെയ്തേക്കുന്നത്. അതായത് മെയിനായിട്ട് ഹെൽത്ത് സെക്ടറിൽ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് കൊണ്ടുവരിക, അത് ഇംപ്രൂവ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ളൊരു പോർട്ടലാണ് മെഡ്ടെക് മിത്ര പോർട്ടൽ എന്ന് പറയുന്നത്. നിതി ആയോഗ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ, ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പോർട്ടൽ, അതായത് മെഡ്ടെക് സെക്ടറിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു പോർട്ടൽ കൊണ്ടുവന്നിട്ടുള്ളത്. മെയിനായിട്ട് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് മെഡിക്കൽ ഡിവൈസസ്, ഓക്കെ, അതിന്റെ ഡയഗ്നോസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ വളരെ ഈസി ആക്കുക, എളുപ്പമാക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഡിപ്പെൻഡൻസ്, ഓക്കെ, ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് കുറയ്ക്കാനും മെഡ്ടെക് സെക്ടറിന്റെ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു പോർട്ടൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നമ്മുടെ രാജ്യത്ത് ഈ മെഡ്ടെക് സെക്ടർ
ഇപ്പോൾ ഏകദേശം 80% ഇമ്പോർട്ട് ഡിപ്പെൻഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് കുറയ്ക്കുക, മെഡിക്കൽ ഡിവൈസസിന്റെ മാനുഫാക്ചർ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ തന്നെ നടക്കുക. മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളൊരു ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്ന സ്കീംസ്, ഇനിഷ്യേറ്റീവ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് മെഡ്ടെക് പോർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക് ഒരു ഡിസീസുമായി ബന്ധപ്പെട്ടതാണ്, നോമ. ഇപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ഈ ഒരു നോമ ഡിസീസിനെ നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് ലിസ്റ്റിലോട്ട് ഇതിനെ ആഡ് ചെയ്തു. ഇതാണ് ഇതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഈ നോമ എന്ന് പറയുന്നത് നമ്മുടെ മൗത്ത്, ഫേസിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ്. ഓക്കെ, അതായത് ക്യാൻക്രം ഓറിസിസ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 90%. ഓക്കെ, അതായത് എക്സ്ട്രീം പോവർട്ടി, മാൽ ന്യൂട്രീഷൻ, പുവർ ആക്സസ്, അതായത് സാനിറ്റേഷൻ, ഓറൽ ഹൈജീൻ, ഇവയുടെ എല്ലാം അഭാവത്തിൽ വരുന്ന ഒരു ഡിസീസാണ്. പ്രധാനമായിട്ടും നമ്മുടെ മൗത്ത്, ഫേസിനെ എല്ലാം ബാധിക്കുന്ന ഒരു ഡിസീസാണ് ഈ നോമ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നിങ്ങളിവിടെ കണ്ടോ, ഈ പിക്ചറിൽ ഉണ്ട് ഈ ഒരു ഡിസീസ്, ഈ ഒരു രോഗം വന്നിട്ടുള്ളൊരു കുട്ടിയുടെ ഒരു മൗത്ത് എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം, അപ്പോഴത്തേക്കും മനസ്സിലാവും. ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഗം ഇൻഫ്ലമേഷൻ എന്ന് പറയും. അതായത് മോണവീക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ മൗത്തിൽ, വായിൻ്റെ ഉള്ളിൽ അൾസർ വരിക, മുറിവുകൾ വരിക. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം ഈ ഒരു രോഗം വന്ന് ഇതിൽ സർവൈവർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ബാക്കി എന്ന് പറഞ്ഞ പോലെ തന്നെ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫേഷ്യൽ ഡിസ്ഫിഗർമെന്റ് എന്ന് പറയും. അതായത് നമ്മുടെ മുഖത്തിന്റെ ആ ഒരു ഷേപ്പ് തന്നെ മാറിപ്പോവുക, നമ്മുടെ ഈ താടിയെല്ലിന്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കുറയും. അതുപോലെ തന്നെ സംസാരിക്കുന്നതിൽ പ്രശ്നം ഉണ്ടാവും. വൺസ് ഈ രോഗം വന്ന് അത് ഭേദമായാൽ കൂടി അവരിൽ ഒരുപാട് കാര്യങ്ങൾ പിന്നെയും അവശേഷിക്കും. ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ താടിയെല്ലിന്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, നമ്മുടെ മുഖത്തിന്റെ ആ ഒരു ഷേപ്പ് തന്നെ മാറിപ്പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഒരു ഇക്കണോമിക്കായിട്ട് വലിയ ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാതെ ഉള്ള രാജ്യങ്ങളിലാണ് ഈ ഒരു രോഗം കണ്ടുവരുന്നത്. അതായത് ആഫ്രിക്ക, ഏഷ്യ, അതുപോലെ തന്നെ ചില അമേരിക്കയുടെ ചില പാർട്സിലൊക്കെ ഈ ഒരു രോഗം കണ്ടുവരുന്നുണ്ട്. അതായത് വൈറസ്, ബാക്ടീരിയ, പ്രോട്ടോസോവ, അതുപോലെ പാരസൈറ്റിക് വൂംസ് ഒക്കെയാണ് ഈ ഒരു രോഗം വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു രോഗം ഇപ്പൊ ക്യാൻക്രം ഓറിസ് എന്ന് നമ്മൾ പറഞ്ഞു, ഈ ഒരു നോമ ഡിസീസിന്റെ മറ്റൊരു പേരാണ്. അതേപോലെ തന്നെ ഇത് അറിയപ്പെടുന്നത് ഫേസ് ഓഫ് പോവർട്ടി എന്നും ഈ ഒരു രോഗം അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഫേസ് ഓഫ് പോവർട്ടി എന്നും ഈ ഒരു രോഗം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനിപ്പോ WHO നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് ലിസ്റ്റിലോട്ട് ഉൾപ്പെടുത്തി. ഓക്കെ, അടുത്ത ടോപ്പിക്ക് നംതാബ ഫ്ലൈയിങ് സ്ക്വിറൽ. ഇപ്പോൾ ഇത് കുറച്ച് 42 വർഷമായിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ആനിമൽ ഇതൊരു ഡിസപ്പിയർ ആയിട്ടുണ്ടായിരുന്നു, കാണുന്നുണ്ടായിരുന്നില്ല. ഇത് അരുണാചൽ പ്രദേശിലെ നംതാബ നാഷണൽ പാർക്കിൽ ഇതിനെ കണ്ടെത്തി. ഇതാണ് ഇതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് IUCN സ്റ്റാറ്റസ് ആണ്. ഓക്കെ, ഈ ഒരു ഫ്ലൈയിങ് സ്ക്വിറലിന്റെ IUCN സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആണ്. ഓക്കെ, ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആണ് IUCN സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ സ്കെഡ്യൂൾഡ് 2 ഈ ഒരു ഫ്ലൈയിങ് സ്ക്വിറലിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു സ്ക്വിറൽ മോസ്റ്റ് വാണ്ടഡ് ലോസ്റ്റ് സ്പീഷീസ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു അനിമൽ കൂടിയാണ് ഈ ഒരു ഫ്ലൈയിങ് സ്ക്വിറൽ, അതായത് നംതാബ ഫ്ലൈയിങ് സ്ക്വിറൽ എന്ന് പറയുന്നത്. ഈ നംതാബയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ഇന്ത്യയിലെ 4ാമത്തെ ലാർജസ്റ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കാണ് അരുണാചൽ പ്രദേശിലെ നംതാബ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാക്കി 3 നാഷണൽ പാർക്ക് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഹെമീസ് നാഷണൽ പാർക്ക്, ലഡാക്കിലെ ഹെമീസ് നാഷണൽ പാർക്ക്. ഡിസേർട്ട് നാഷണൽ പാർക്ക്, രാജസ്ഥാനിലാണ് അതിന്റെ ലൊക്കേഷൻ വരുന്നത്. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി നാഷണൽ പാർക്ക്. അപ്പം ഈ 4 ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നാഷണൽ പാർക്ക് യുനെസ്കോയുടെ ഈ ഒരു നാഷണൽ പാർക്ക് യുനെസ്കോയുടെ ടെൻഡേറ്റീവ് ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ ടെൻഡേറ്റീവ് ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഈ ടെൻഡേറ്റീവ് ലിസ്റ്റ്? അതായത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് മുമ്പ് ഇപ്പൊ ഏതൊരു നാഷണൽ പാർക്ക് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും വെറ്റ്ലാൻഡ് ആണെങ്കിലും ആദ്യം
ഈ ഒരു യുനെസ്കോയുടെ ടെൻഡേറ്റീവ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. പിന്നീടാണ് ഇവിടുന്നാണ് എന്താണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെ ആക്ച്വൽ ലിസ്റ്റിനകത്ത് ഈ ഓരോ കാര്യങ്ങളെയും ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ടെൻഡേറ്റീവ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഒരു നാഷണൽ പാർക്ക് കൂടിയാണ്. ഓക്കെ, അപ്പോൾ കേസ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് സോഷ്യൽ എംപവർമെന്റ് ആണ്. നമുക്കൊന്ന് നോക്കാം എന്താണ് ഈ സോഷ്യൽ എംപവർമെന്റ്, സാമൂഹിക ശാക്തീകരണം. നമ്മുടെ സമൂഹത്തിൽ വളരെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരുടെ സ്വയം പര്യാപ്തത സ്വയം പര്യാപ്തത കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ് സോഷ്യൽ എംപവർമെന്റ് എന്ന് പറയുന്നത്. അവരെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരണം. അപ്പോൾ ആരൊക്കെയാണ് ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ? സ്ത്രീകള്, കുട്ടികള്, ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള, ട്രാൻസ്ജെൻഡേഴ്സ്, അതുപോലെ തന്നെ SC/ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരെ സ്വയം പര്യാപ്തതയിലൂടെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ് സോഷ്യൽ എംപവർമെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ഇവരെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുക. ഈ ഒരു എംപവർമെന്റ് ഏതൊക്കെ രീതിയിലാണ് ഇവർക്ക് നൽകുവാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ഏതൊക്കെ രീതിയിലാണ്? അതായത് എഡ്യൂക്കേഷണൽ എംപവർമെന്റ് എന്ന് പറയും. അതായത് മെയിനായിട്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആക്സസ് ചെയ്യാനുള്ള ഒരു സൗകര്യം. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അതിനു വേണ്ടിയുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ എന്താണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ അവരുടെ ഒരു ശാക്തീകരണ പ്രോസസ്സ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ് ഈ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിൽ പ്രധാനമായിട്ടും ലിറ്ററസി, ആ ഒരു നോളജിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്സും കാര്യങ്ങളും കൊടുത്ത് അവരെ നമുക്ക് എന്താണ് നമ്മുടെ ഒരു സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എക്കണോമിക് എംപവർമെന്റ് എന്ന് പറയും. അതായത് റിസോഴ്സ് ആക്സസിബിലിറ്റി. അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അപ്പോൾ എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിലൂടെ അവർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പോൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ, ജോലി ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇൻകം ജനറേഷൻ അവിടെ നടക്കും. വരുമാനം കൃത്യമായിട്ട് അവരുടെ കൈകളിലെത്തും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിസോഴ്സ് ആക്സസിബിലിറ്റി ഉണ്ടാവും. അതുപോലെ എന്താണ് സ്കിൽ ഡെവലപ്മെന്റ്, ഓണ്ടർപ്രണർഷിപ്പ്. അവരുടെ ഓരോ വ്യക്തികൾക്കും ഇപ്പം ഓരോരോ കഴിവുകൾ ഉണ്ടാവും. അത് കണ്ടെത്തി അവരെ ഒരു ജോലി ചെയ്യുന്നതിനുള്ള ഒരു കഴിവ് ഇമ്പാർട്ട് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് എളുപ്പത്തിൽ ജോലി കിട്ടും. അതുപോലെ തന്നെ ഓണ്ടർപ്രണർഷിപ്പ്, സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നതിലൂടെയും അവരെ എന്താണ് ഇത്തരത്തിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട്, സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അടുത്ത പൊളിറ്റിക്കൽ എംപവർമെന്റ്. മെയിൻ ആയിട്ട് എന്താണ് നിയമനിർമ്മാണ കാര്യങ്ങളിൽ, ഡിസിഷൻ മേക്കിങ്ങിൽ എന്താണ് ഒരു രാഷ്ട്രീയ പ്രാതിനിധ്യം ഉറപ്പാക്കുക. ഇപ്പം സ്ത്രീകൾക്കാണെങ്കിലും എന്താണ് ഇപ്പോൾ SC/ST വിഭാഗക്കാർക്കൊക്കെ ആണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താണ് നമ്മുടെ നിയമനിർമ്മാണ കാര്യങ്ങളിൽ റിസർവേഷനും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഇത്ര സീറ്റ് സംവരണം കൊടുക്കുന്നുണ്ട്. അവരുടെ പാർട്ടിസിപ്പേഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്നതിലൂടെ എന്താണ് സോഷ്യലി ഇവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കൾച്ചറൽ എംപവർമെന്റ്. നമുക്കറിയാം നമ്മുടെ രാജ്യം ഇപ്പം നമ്മുടെ രാജ്യത്ത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അതായത് പല മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, പല സംസ്കാരം ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ആ ഒരു കൾച്ചറൽ ഡിഫറൻസ് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ ആ ഒരു കൾച്ചറിന്റെ പ്രിസർവേഷൻ, പ്രൊമോഷൻ, അവരുടെ കൾച്ചറൽ ഐഡന്റിറ്റി അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കൾച്ചറൽ എംപവർമെന്റ് ആണ്. അതായത് അവരെ അംഗീകരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലും എന്താണ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമുക്ക് മുന്നോട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഹെൽത്ത് എംപവർമെന്റ്. എന്താണ് ഈ ഹെൽത്ത് എംപവർമെന്റ്? അതായത് മെയിൻ ആയിട്ട് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർക്കിടയിൽ ഒരു ഹെൽത്ത് കെയർ സർവീസസിന്റെ ഒരു ആക്സസിബിലിറ്റി എൻഷുർ ചെയ്യുന്നതിലൂടെ അവരെന്താണ് ഹെൽത്ത് പരമായിട്ട് നമുക്ക് ഹെൽത്ത് എംപവർമെന്റ് അവർക്കിടയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് രോഗങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ, അതിനെക്കുറിച്ച് അത് വരാതിരിക്കാനുള്ള ഒരു അവയർനെസ് കാര്യങ്ങൾ കൊടുക്കുന്നതിലൂടെയും നമുക്ക് എന്താണ് അവരെ നമ്മുടെ സൊസൈറ്റിയിൽ അവരെ ശാക്തീകരിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി ഇത്തരത്തിൽ അപ്പോൾ വേരിയസ് മൾട്ടി ഡയമെൻഷണൽ എംപവർമെന്റ് ആണ് നമ്മളിവിടെ ഇപ്പം നോക്കിയത്. അപ്പോൾ ഇത്തരത്തിലൊരു എംപവർമെന്റ് കൊടുത്ത് ഇവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന്റെ പ്രാധാന്യം എന്താണ്? അതാണ് അടുത്ത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആദ്യത്തെ പ്രാധാന്യമായിട്ട് പറയുന്നത്
റിഡക്ഷൻ ഓഫ് ഇന്നിക്വാളിറ്റി ആണ്. ഓക്കെ, നമ്മുടെ സൊസൈറ്റി നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇന്നിക്വാളിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ഇന്നിക്വാളിറ്റിയിൽ ഒരു കുറവ് കൊണ്ടുവരാനായിട്ട് പറ്റും. അതായത് റിസോഴ്സ്, ഇക്കണോമിക്, സോഷ്യൽ ഇന്നിക്വാളിറ്റീസ് ഒക്കെ എന്താണ് ഇവിടെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ആ ഒരു അസമത്വം എല്ലാവരും ഒരേപോലെ എന്നുള്ള ആ ഒരു കാര്യം വരും. എല്ലാവരും എന്താണ് ഈ ഒരു ഇക്കണോമിക് പരമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് സാമൂഹ്യപരമായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ആ ഒരു ഇന്നിക്വാളിറ്റി എന്താണ്, ഇന്നിക്വാളിറ്റി റെഡ്യൂസ് ചെയ്ത് അവിടെ ഒരു ഇക്വലൈസേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ പ്രാധാന്യം അതാണ്. അതുപോലെ എൻഹാൻസ്ഡ് പ്രൊഡക്ടിവിറ്റി. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്, നമ്മളൊരു ഡെവലപ്ഡ് നേഷൻ ആവണം എന്നാണൊരു ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടാണ് മേക്ക് ഇൻ ഇന്ത്യ, ഓക്കെ, സെൽഫ് റിലയന്റ്, ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ, അത് കാരണം ഒരുപാട് ആൾക്കാർ വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ അവർക്കുള്ള അവർക്കിപ്പോൾ ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ, നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടുന്നതിലൂടെ, നല്ലൊരു സ്കില്ല് കിട്ടുന്നതിലൂടെ എന്താണ് അവർക്കൊരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അവർക്ക് ഇൻകം ഉണ്ടാവുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഹിതം എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് നമ്മുടെ രാജ്യത്തിന് ലഭിക്കും. അപ്പോൾ അത് എക്കണോമിക് ഡെവലപ്മെന്റ് ആണ് ആ ഒരു കാര്യത്തിലൂടെ നടക്കുന്നത്. അതുപോലെ സോഷ്യൽ കൊഹേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഹാർമണി, എല്ലാവരും തുല്യരാണ്, എല്ലാവരും എന്താണ് നമ്മുടെ ഒരു നേഷൻ ബിൽഡിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ബോധം, സോഷ്യൽ ഹാർമണി എല്ലാവർക്കിടയിലും ഉണ്ടാവും. ആ ഒരു കാര്യം എന്താണ് ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ വുമൻസിന് പാർട്ടിസിപ്പേഷൻ കൊടുക്കുമ്പോൾ എന്താണ്, ഇപ്പോൾ എംപ്ലോയ്മെന്റ് കാര്യങ്ങളിൽ പാർട്ടിസിപ്പേഷൻ കൊടുക്കുമ്പോൾ അവിടെ ജെൻഡർ ഇക്വാളിറ്റിയാണ് നടക്കുന്നത്. ഓക്കെ, ഏറ്റവും വലിയൊരു കാര്യമാണ് ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വുമൻസിന് അതേപോലെ തന്നെ എന്താണ് നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, ഇവരൊക്കെ എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇവർക്കൊന്നും കറക്റ്റ് ജോലി കിട്ടാത്തത് കൊണ്ട് തന്നെ, എഡ്യൂക്കേഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധമില്ല. അപ്പോൾ അവരുടെ ഒരു ലൈഫ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇവർക്ക് ഈ ഒരു എംപവർമെന്റ് ഇങ്ങനെ മൾട്ടി ഡയമെൻഷണൽ വേയിൽ കൊടുക്കുമ്പോൾ എന്താണ് ജെൻഡർ ഇക്വാളിറ്റി എന്നുള്ളൊരു കാര്യം ഇവിടെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, നിയമനിർമ്മാണ കാര്യങ്ങളിൽ എന്താണ് ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് പറ്റും. കാരണം ഈ ഒരു വിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് സീറ്റ് റിസർവ് ചെയ്യുമ്പോൾ അവരും ഡിസിഷൻ മേക്കിങ്ങിന്റെ ഭാഗമാവുകയാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഓരോ ആൾക്കാരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് എന്താണ്, ഒരു സോഷ്യൽ അൺട്രസ്റ്റ്, നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും അവിടെ തടയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഡിഗ്നിറ്റി, ഈ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡിഗ്നിറ്റി, അതായത് നമ്മളിപ്പം ഓരോ ആൾക്കാരുടെ വ്യക്തിത്വത്തിനെ അംഗീകരിക്കുന്ന, ഇതൊക്കെ എന്താണ് അവർക്ക് കൊടുക്കുന്ന അംഗീകാരങ്ങളാണ്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡിഗ്നിറ്റി, അതുപോലെ ഹെൽത്ത് വെൽബീങ്, എന്തൊക്കെ ഉണ്ടായാലും നല്ല ആരോഗ്യം ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കെയറും കാര്യങ്ങളും കൊടുക്കുന്നതിലൂടെ എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് നല്ലൊരു സാമൂഹിക ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒരുപാട് പലതരത്തിലുള്ള രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കിടയിലുണ്ട്. അപ്പോൾ അവർക്ക് ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ കാര്യങ്ങളും കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിനുള്ള ആക്സസിബിലിറ്റി കിട്ടുന്നില്ല. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ട് മാത്രമല്ല, എല്ലാ ലെവലിൽ നിന്നുമാണ് ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് നോക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഡെവലപ്മെന്റ് എന്താണ് നമുക്കിവിടെ വികസനം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇത്തരത്തിലൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് ചലഞ്ചസ് ഈ ഒരു കാര്യങ്ങളൊക്കെ, ഈ ഒരു സോഷ്യൽ എംപവർമെന്റ് ഫുള്ളായിട്ട് അച്ചീവ് ചെയ്യുന്നതിന് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ ഒരു ചലഞ്ചസ്? കാസ്റ്റ് ക്ലാസ് ഡിസ്ക്രിമിനേഷൻ. ഇത്തരത്തിൽ ഒരു സാമൂഹിക ശാക്തീകരണം നമ്മൾ പലതരത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാം എന്ന് പറയുമ്പോഴും ഒരുപാട് ചലഞ്ചസ് ഇതിനൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. ആദ്യം നമുക്ക് പറയാനുള്ളത് കാസ്റ്റ് ക്ലാസ് ഡിസ്ക്രിമിനേഷൻ ആണ്. നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ആഴത്തിൽ പിന്നെ വേരൂന്നിയ ഒരു കാര്യമാണ് കാസ്റ്റ് ക്ലാസ് ഒരു
ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമുക്കറിയാം ഇപ്പോഴും എന്താണ് ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നുള്ളൊരു വ്യവസ്ഥ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വ്യവസ്ഥ ഇപ്പോഴും നിൽക്കുന്നത് കൊണ്ട് ഒരു സോഷ്യൽ എംപവർമെൻറ്റ് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒന്നായിരിക്കും. അതുപോലെ തന്നെ ജെൻഡർ ബയാസ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾ ഇപ്പോഴും എന്താണ് അടിച്ചമർത്തപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് എന്താണ് ജോലി കിട്ടാൻ പല സ്ഥലങ്ങളിലും ജോലി കിട്ടാൻ സ്ത്രീ ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിൽ കൂടി ഇപ്പം പാവപ്പെട്ട ഫാമിലിയിലാണെങ്കിൽ കൂടി ആ ഒരു കുടുംബത്തിൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ പരിഗണിക്കുന്നത് ആൺകുട്ടിയുടെ എഡ്യൂക്കേഷൻ ആയിരിക്കും. ഓക്കെ, രണ്ടുപേർക്കും എഡ്യൂക്കേഷൻ കൊടുക്കാൻ ആ ഒരു ഫാമിലിക്ക് നിർവാഹമില്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആ ഒരു ആൺകുട്ടിയുടെ എഡ്യൂക്കേഷന് തന്നെയായിരിക്കും. അവിടെയും എന്താണ് ഒരു സ്ത്രീ അവിടെ അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ജെൻഡർ ബയാസ് വളരെയധികം വലിയൊരു ചലഞ്ച് തന്നെയാണ്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ആക്സസ് ടു റിസോഴ്സ് എന്ന് പറയുമ്പോൾ ആക്സസ് ടു റിസോഴ്സ്, അതായത് ലാക്ക് ഓഫ് ആക്സസ് ടു റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബേസ് അത് ഓക്കെ അല്ലെങ്കിൽ, ബേസ് എന്ന് പറയുമ്പോൾ നല്ല എഡ്യൂക്കേഷൻ കിട്ടിയില്ലെങ്കിൽ, ഓക്കെ, നമുക്ക് നല്ല ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജോലി കിട്ടുന്ന തരത്തിലുള്ള എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ, ബേസിക് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ ജോലി കിട്ടുമോ? ഇല്ല. അതിനുള്ള സ്കിൽസ് ഇതെല്ലാം സ്കൂളുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു എഡ്യൂക്കേഷൻ്റെ ആബ്സെൻസ് വരുമ്പോൾ തന്നെ അവിടെ എന്താണ് നമുക്ക് ഇൻകം ജനറേഷൻ അതിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ബേസിക് നീഡ്സ് പോലും അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പറ്റാത്ത തരത്തിൽ എന്താണ് ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അതുപോലെ പൊളിറ്റിക്കൽ മാർജിനൈസേഷൻ, ഒരു ഗ്രൂപ്പ് ഓഫ് ഈ ഒരു രാഷ്ട്രീയത്തിൽ നോക്കിയറിയാം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ മാത്രം എന്താണ് ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഉൾപ്പെടുന്നു. ഓക്കെ, എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും അവർ പരിഗണിക്കുന്നുണ്ടോ? രാഷ്ട്രീയ നിയമനിർമ്മാണ കാര്യങ്ങളിൽ പരിഗണിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മാത്രം എന്താണ് ഡിസിഷൻ മേക്കിങ്ങിൽ നിയമനിർമ്മാണ കാര്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഓക്കെ, അത് എന്താണ് ഒരു പർട്ടിക്കുലർ ആൾക്കാരിലോട്ട് മാത്രം എപ്പോഴും എന്താണ് ബെനിഫിറ്റ്സ് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെയും എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, പിന്നെയും മാർജിനലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാർ പിന്നെയും എന്താണ് ഒരു നോക്കൂത്തികളായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ചലഞ്ചസ് മുന്നിൽ നിൽക്കുമ്പോൾ ഈ ഒരു സോഷ്യൽ എംപവർമെന്റ് എത്രത്തോളം അറ്റൈൻ ചെയ്യാം എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് സജഷൻസ് കൊടുക്കുക തന്നെ വേണം. ഈ ഒരു ചലഞ്ചസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെറ്റർ ആയിട്ടുള്ള സജഷൻസ് കൊടുക്കുക തന്നെ വേണം. അപ്പോൾ അഫർമേറ്റീവ് ആക്ഷൻ പോളിസീസ്, അതായത് മെയിനായിട്ട് ഹിസ്റ്റോറിക്കൽ ഡിസഡ്വാൻറ്റേജഡ് ആയിട്ടുള്ള സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീംസും പോളിസീസും ഒക്കെ ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഇംപ്ലിമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് നടക്കുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ റിസർവേഷൻ കൊടുക്കുക എന്ന് പറയും. ഓക്കെ, അതായത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടും റിസർവേഷൻ കൊടുക്കുക. സ്ത്രീകൾക്കായിക്കോട്ടെ, കുട്ടികൾക്കായിക്കോട്ടെ, ഓക്കെ, ട്രാൻസ്ജെൻഡേഴ്സിനായിക്കോട്ടെ, ഇവർക്കെല്ലാം എന്താണ് റിസർവേഷൻ കാര്യങ്ങളും കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ എന്താണ് നമുക്ക് കുറേയൊക്കെ പ്രശ്നങ്ങളെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജെൻഡർ എംപവർമെൻറ്റ് പ്രോഗ്രാം, ജെൻഡർ ഇക്വാളിറ്റി കാര്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാക്കുക. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അതിനകത്ത് ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അടുത്തായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, പിന്നെ റിസോഴ്സ് റീഡിസ്ട്രിബ്യൂഷൻ, മെയിനായിട്ട് ഈ റൂറൽ ഏരിയാസിലൊക്കെ താമസിക്കുന്നവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സ് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് ചെയ്യുക. അതിനുള്ള ആക്ഷൻസ് ഒക്കെ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിയുമ്പോൾ കുറേയൊക്കെ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് പറയാൻ പറ്റുന്നത് ഇൻക്ലൂസീവ് പൊളിറ്റിക്കൽ റിഫോംസ് ആണ്. അതായത് ഡിസിഷൻ മേക്കിങ്ങിൽ ഇതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുക. കാരണം അവരും കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തി ആ ഒരു റെപ്രസെൻറ്റേറ്റീവ് അവരുടെ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്ത് ഓക്കെ ആ ഒരു പ്രശ്നങ്ങളെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നുള്ള റെപ്രസെൻറ്റേഷനും കാര്യങ്ങളും ഡിസിഷൻ മേക്കിങ്ങിൽ കൊണ്ടുവരികയാണ് അടുത്തായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പോളിസി റെക്കമെൻഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പിന്നെ എന്താണ്
ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസ് തൊട്ട് തുടങ്ങുക, എഡ്യൂക്കേഷൻ, കറക്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടുക, ഓക്കെ, ഭാവിയിൽ നല്ല ജോലി ലഭിക്കുന്ന തരത്തിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക, സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ ഇനിഷ്യേറ്റീവ്സ് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്നതിലൂടെ ഈ ഒരു ചലഞ്ചസിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അത്തരത്തിൽ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് ആ ഇനിഷ്യേറ്റീവ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായി നമ്മൾ നോക്കുന്നത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, അതായത് വുമൺ എംപവർമെന്റിന്റെ ഭാഗമായിട്ട് ചൈൽഡ് സെക്സ് റേഷ്യോ, ഓക്കെ, ഈ പെൺകുട്ടികളുടെ ആ ഒരു സെക്സ് റേഷ്യോ എന്താണ് റെഡ്യൂസ് ചെയ്യുന്നതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് കൊണ്ടുവന്നൊരു സ്കീമാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സുകന്യ സമൃദ്ധി യോജന, അതായത് പ്രധാനമായിട്ടും ഒരു ഫീമെയിൽ ചൈൽഡിൻ്റെ ഫ്യൂച്ചർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അതിൻ്റെ ഫ്യൂച്ചർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് അത് ബിൽഡ് ചെയ്യുന്നതിന് പാരൻസിനെ സഹായിക്കുന്നതിന് കൊണ്ടുവന്ന ഒരു സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. അതുപോലെ പ്രധാനമന്ത്രി ജൻധൻ യോജന മെയിനായിട്ട് ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണ്. അതായത് ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ട്, പ്രധാനമായിട്ടും യൂത്ത്സ് അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസിനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക, അതിലൂടെ ഒരു സേവിങ്സ് ശീലം അവരിൽ വളർത്തുക, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അതിലൂടെ കൊണ്ടുവരിക. അതുപോലെ പ്രധാനമന്ത്രി മുദ്ര യോജന, അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക. ഇപ്പം എല്ലാവരും പഠിച്ച് പിന്നെ വലിയ വലിയ ജോലി കിട്ടും, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി കിട്ടുമോ, എല്ലാവർക്കും ഗവൺമെൻറ് ജോലി കിട്ടുമോ, ഇല്ല. അപ്പോൾ ചിലവർക്ക് എന്താണ് സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഭാഗത്തുനിന്നുള്ള ഒരു സ്കീമാണ് പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും അതുപോലെ തന്നെ ഈ ഒരു സ്കീംസിൽ ട്രാൻസ്പെറൻസി എത്രത്തോളം നമ്മൾ എൻഷുർ ചെയ്യുന്നു, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ആക്സസിബിലിറ്റി എത്രത്തോളം എൻഷുർ ചെയ്യുന്നു, എൻഹാൻസ് ചെയ്യുന്നു, അതുപോലെ അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിലെ സോഷ്യൽ എംപവർമെന്റ്, സാമൂഹ്യ ശാക്തീകരണം എന്ന് പറയുന്നത്. ഓക്കെ, കാരണം സോഷ്യൽ എംപവർമെന്റ് എന്ന് പറയുന്നത് വളരെ നീഡ് ഓഫ് ദ ഹവർ ആണ്, അല്ലേ? അപ്പോൾ നമ്മുടെ രാജ്യം ഒരു ഡെവലപ്ഡ് നേഷൻ ആകും എന്നുള്ള ഒരു ബേസിൽ എല്ലാ തരത്തിലും ഡെവലപ്മെന്റ്, ഒരു എംപവർമെന്റ് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു സോഷ്യൽ എംപവർമെന്റ്, ഈ മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചലഞ്ചസിനെ അഡ്രസ്സ് ചെയ്തിട്ട് ഒരു ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരുന്നതിലൂടെ ഈ ഒരു സാമൂഹിക ശാക്തീകരണം നമുക്ക് എളുപ്പമാക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്കുള്ള ഒരു ടാസ്ക് ഞാൻ പറയാം. ഞാനിപ്പം ഈ ഒരു സോഷ്യൽ എംപവർമെന്റ് ഇവിടെ ജസ്റ്റ് പറഞ്ഞു പോയി, എന്താണ് സംഭവം, ഓക്കെ, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് സോഷ്യൽ എംപവർമെന്റ്, ആ ഒരു പലതരത്തിലുള്ള എംപവർമെന്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. എഡ്യൂക്കേഷണൽ, അതിൻ്റെ പൊളിറ്റിക്കൽ, എക്കണോമിക് എംപവർമെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്തു. പിന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഡിസ്കസ് ചെയ്തു, ചലഞ്ചസ് ഡിസ്കസ് ചെയ്തു. ആ ഒരു ചലഞ്ചസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയുള്ള വേ ഫോർവേഡും പറഞ്ഞു. ഇനി നിങ്ങൾക്കുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത്, ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഡിസ്കസ് ദി ഡൈവേഴ്സ് ഡയമെൻഷൻസ് ഓഫ് സോഷ്യൽ എംപവർമെന്റ് ആൻഡ് ദിയർ സിഗ്നിഫിക്കൻസ് ഇൻ അച്ചീവിങ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. ഇതിനെ ഒരു 150 വേർഡ്സിൽ, ഒരു 3 മാർക്കിൽ 150 വേർഡ്സിൽ ഇതിനെ എഴുതണം. എഴുതിയിട്ട് നിങ്ങൾ കമൻസിൽ എഴുതിയിട്ടാൽ മതി. ഓക്കെ, എത്രത്തോളം ആ ഒരു കേസ് മെയിൻസിന് എത്രത്തോളം ഒരു ആൻസർ ഡെവലപ്മെന്റ് എത്രത്തോളം സാധ്യമാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണേലും ചെയ്തുതരും. ഇന്ന് ഞാൻ പ്രിലിംസ് ബേസിൽ ക്വസ്റ്റ്യൻ എടുത്തിട്ടില്ല, ഒരു കേസ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദി നെയിം ഓഫ് ദ സ്കീം ലോഞ്ച്ഡ് ബൈ ദി മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ടു എൻകറേജ് സസ്റ്റൈനബിൾ ഫോറസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് അഗ്രോ ഫോറസ്ട്രി ഇൻ ഇന്ത്യ? 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. IFWCS, IFWCC, IIFM, ഇക്കോമാർക്ക്. അപ്പൊ ഇതിനകത്ത് ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ബി ആണ്. ഇന്ത്യൻ ഫോറസ്റ്റ് വുഡ് ആൻഡ് സർട്ടിഫിക്കേഷൻ സ്കീമാണ് ആൻസർ വരുന്നത്. ഇനി രണ്ടാമത്തെ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർട്ടിക്കിൾസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എംപവർ ദ പ്രസിഡന്റ് ടു പ്രൊക്ലെയിം ഫിനാൻഷ്യൽ എമർജൻസി? നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടാവും, സാമ്പത്തികപരമായ
ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ ഒരു കാര്യത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കും. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഏത് ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടാണ്, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഈ ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത്? ആർട്ടിക്കിൾ 360 ആണ്. ആൻസർ വരുന്നത് 360 ആണ്. ഓക്കെ, 360 സി ആണ് ആൻസർ വരുന്നത്. മൂന്നാമത്തെ, വിച്ച് എമംഗ് ദ ഫോളോവിങ് പാരാമീറ്റേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ മെർസേഴ്സ് ക്വാളിറ്റി ഓഫ് ലിവിംഗ് സിറ്റി റാങ്കിങ് 2023? ഒരുപാട് പാരാമീറ്റേഴ്സ്, ഇവിടെ 4 പാരാമീറ്റേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ വരുന്നത് എക്സലന്റ് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, സോഷ്യൽ സർവീസസ് ആസ് വെൽ ആസ് അഫോർഡബിൾ ഹൗസിംഗ്. അപ്പൊ നമുക്ക് നോക്കാം. ഓപ്ഷൻസ് 4 തന്നിട്ടുണ്ട്. 1 and 2 only, 1, 2 and 4 only, 2 and 4 only, all of the above. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ മേഴ്സേഴ്സ് ക്വാളിറ്റി ഓഫ് ലിവിംഗ് ഇൻഡെക്സ്, അതിൽ ടോപ്പ് വന്നിട്ടുള്ളത് ഹൈദരാബാദ് ആണ്. ഓക്കെ, അപ്പോൾ ഹൈദരാബാദിൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് പുറമേ നിന്നുള്ള ആൾക്കാർക്ക് ആ ഒരു സിറ്റിയിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൻ്റെ ബേസിലാണ് ഈ ഒരു ക്വാളിറ്റി ഓഫ് മേഴ്സേഴ്സ് ക്വാളിറ്റി ഓഫ് ലിവിംഗ് സിറ്റി റാങ്കിങ്ങിൽ ഉൾപ്പെടുന്നത്. അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സലന്റ് ഹെൽത്ത് കെയർ, നല്ല ഹെൽത്ത് കെയർ സർവീസ് കൊടുക്കുക, എഡ്യൂക്കേഷൻ കൊടുക്കുക, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, സോഷ്യൽ സർവീസസ്, അതുപോലെ തന്നെ ജീവിക്കാൻ റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് ലിവിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ബേസിലാണ് ഒരു സിറ്റിയെ ഈ ഒരു റാങ്കിങ്ങിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, എക്സലന്റ് ഹെൽത്ത് കെയർ ആണ്, എഡ്യൂക്കേഷൻ ഉണ്ട്, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ട്, സോഷ്യൽ സർവീസസും ഉണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് ഇവിടെ ഓൾ ഓഫ് ദി അബോവ്, ആൻസർ ഡി ആണ് വരുന്നത്. ഇത്രയുമാണ് നമ്മൾ ഡിസംബർ ലാസ്റ്റ് വീക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ആ ഒരു KS മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്ക് ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ജസ്റ്റ് ഒരു 150 വേർഡ്സിലൊന്ന് എഴുതി തരിക. നോക്കാം എത്രത്തോളം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ക്ലാസ് കാണുവാൻ വേണ്ടിയിട്ട് KS Mineral ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചെയ്യുക. അപ്പോൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് വീഡിയോ വരുന്നത്, ക്ലാസ്സസിൻ്റെ വീഡിയോസ് വരുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ കറണ്ട് അഫയേഴ്സ് ഫാക്ട്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്